അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 6 ഞായറാഴ്ച. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വ്യാപക പ്രതിഷേധം നടക്കുന്നതിനിടെ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബിൽ നിയമമാക്കി വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്രം പുറത്തിറക്കി. ബില്ലിനെതിരെ കോൺഗ്രസ്, മജ്ലിസ് പാർട്ടി നേതാക്കൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന് മുസ്ലിം വ്യക്തിനിയമ ബോർഡും മുസ്ലിം ലീഗും രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ബില്ലിനെതിരെ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലുമായിരുന്നു. ഇതിനിടയിലാണ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി CMRL വീണ്ടും ദില്ലി ഹൈക്കോടതിയിൽ. അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുമ്പാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ലെന്ന് ഉത്തരവ് ഇടണമെന്നുമാണ് CMRLന്റെ ആവശ്യം. കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം മറികടന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് ആവശ്യം. ഹർജി നാളെ ദില്ലി ഹൈക്കോടതി പരിഗണിക്കും. മുസ്ലിങ്ങൾക്ക് പിന്നാലെ BJP ഉന്നം വെക്കുന്നത് ക്രൈസ്തവരെയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മതങ്ങളെ തമ്മിലടിപ്പിച്ച് കേരളം ചിലർക്ക് സോഫ്റ്റ് ടാർഗറ്റ് സംസ്ഥാനമായി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുവെന്നും KC വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന സംരക്ഷണത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും മുസ്ലിങ്ങൾക്ക് പിന്നാലെ BJP ഉന്നം വെക്കുന്നത് ക്രൈസ്തവരെയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മലപ്പുറം ജില്ലയ്ക്കെതിരായ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ പരാതിയുമായി PDP എറണാകുളം ജില്ലാ പ്രസിഡന്റാണ് തൃക്കാക്കര SPക്കും തൃക്കാക്കര പോലീസിനും പരാതി നൽകിയത്. മലപ്പുറം പ്രത്യേകതരം ആളുകളുടെ രാജ്യമാണെന്നും പിന്നാക്കക്കാർക്ക് ഒന്നുമില്ലെന്നും ഈഴവർക്ക് സ്വതന്ത്രമായി വായു പോലും ശ്വസിക്കാനാവുന്നില്ലെന്നും പേടിയോടെയാണ് പിന്നോക്ക വിഭാഗക്കാർ ജീവിക്കുന്നതെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവന. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ പോലീസിൽ പരാതി നൽകി AIYF നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് എടക്കര പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരെ വ്യാപക വിമർശനം നേരിടുന്ന സമയത്താണ് പരാതി. മലപ്പുറം ജില്ലയ്ക്കെതിരായ വിവാദ പരാമർശത്തിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ചോദ്യങ്ങളുമായി KT ജലീൽ MLA. മലപ്പുറം പ്രത്യേക രാജ്യം, ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനം എന്ന പ്രസ്താവന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കാൻ ഏറെ സാധ്യതയുണ്ടെന്നും താങ്കൾക്ക് വല്ല ദുരനുഭവങ്ങളും മലപ്പുറത്തുകാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോയെന്നും മലപ്പുറത്തുകാരെങ്കിലും താങ്കളെ പറ്റിച്ചിട്ടുണ്ടോയെന്നും ജലീൽ ചോദിക്കുന്നു. ഓന്തിനെ പോലെ നിറം മാറുന്ന വെള്ളാപ്പള്ളിയെ പറ്റി നന്നായി അറിയാമെന്നും മലപ്പുറത്തുകാർക്ക് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും മലപ്പുറത്തിന്റെ പാരമ്പര്യം പഠിപ്പിക്കേണ്ടതില്ലെന്നും മുസ്ലിം ലീഗ് നേതാവും MLAയുമായ PK ബഷീർ. മലപ്പുറത്തെക്കുറിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാസമരത്തെ ഒറ്റിക്കൊടുത്തുവെന്ന സമരസമിതിയുടെ ആരോപണത്തിൽ INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ KPCC പ്രസിഡന്റിനെ നേരിട്ട് കണ്ട് വിശദീകരണം നൽകി. സമരം തീർക്കാൻ കമ്മീഷനെ വെക്കണമെന്ന നിർദ്ദേശം ചർച്ചയിൽ താൻ ഉന്നയിച്ചിട്ടില്ലെന്നാണ് വാദം. K സുധാകരനും VD സതീശനും INTUC നിലപാട് തള്ളിയതോടെയായിരുന്നു കൂടിക്കാഴ്ച. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുമെന്ന സംഘപരിവാർ ഭീഷണി ഈ നാടിനോട് തന്നെയുള്ള വെല്ലുവിളിയാണെന്നും കത്തികാട്ടി കലാകാരന്മാരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കി കളയാം എന്നത് മൗഢ്യമാണെന്നും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്. എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിലൊരാളായ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിലും വീട്ടിലുമുള്ള ED റെയ്ഡിനും ചോദ്യം ചെയ്യലിനും ശേഷം സംവിധായകൻ പൃഥ്വിരാജിന് ആദായനികുതി വകുപ്പ് നോട്ടീസ് അയച്ച സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി.
കൊച്ചിയിലെ സ്വകാര്യ മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ ക്രൂരമായ തൊഴിൽ പീഡനം നടന്നെന്ന ആരോപണത്തിൽ ട്വിസ്റ്റ്. കഴുത്തിൽ ബെൽറ്റ് ധരിപ്പിച്ച് പട്ടിയെപ്പോലെ യുവാവിനെ നടത്തിക്കുന്ന ദൃശ്യങ്ങളാണ് തൊഴിൽ പീഡനമെന്ന ആരോപണത്തോടെ പുറത്ത് വന്നത്. എന്നാൽ ഉണ്ടായത് തൊഴിൽ പീഡനമല്ലെന്നാണ് ദൃശ്യങ്ങളിൽ കാണുന്ന യുവാവ് പോലീസിനും തൊഴിൽ വകുപ്പിനും നൽകിയ പ്രാഥമിക മൊഴി. കൊച്ചിയിലെ സ്വകാര്യ മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ തൊഴിൽ പീഡന പരാതി അടിസ്ഥാനരഹിതമെന്ന് കണ്ടെത്തൽ. പരാതിക്ക് ആസ്പദമായ ദൃശ്യത്തിലെ ചെറുപ്പക്കാരുടെ മൊഴിയെടുത്ത ശേഷമാണ് തൊഴിൽ പീഡനം നടന്നിട്ടില്ലെന്ന നിഗമനത്തിലേക്ക് തൊഴിൽ വകുപ്പ് എത്തിയത്. തൊഴിലിടത്തിലെ 2 വ്യക്തികൾ തമ്മിലുണ്ടായ പ്രശ്നത്തെ തൊഴിൽ പീഡനം എന്ന് ചിത്രീകരിക്കുകയായിരുന്നു എന്ന നിഗമനത്തിലാണ് തൊഴിൽ വകുപ്പ്. ഇക്കാര്യം വ്യക്തമാക്കി ഇന്ന് മന്ത്രിക്ക് തൊഴിൽ വകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കും. വഖഫ് ബില്ലിൽ വിയോജിച്ച് വോട്ട് രേഖപ്പെടുത്തിയ സംഭവത്തിൽ ഇടത് മുന്നണിയിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ലെന്ന് ജോസ് കെ മാണി MP. കേരള കോൺഗ്രസിന്റെ സ്വതന്ത്രമായ അഭിപ്രായമാണ് വഖഫ് ബില്ലിനോടുള്ള വിയോജിപ്പെന്ന് ജോസ് കെ മാണി തൃശൂരിൽ പറഞ്ഞു. ക്രിസ്ത്യൻ സഭകളുടെ സ്വത്ത് സംബന്ധിച്ച ഓർഗനൈസർ ലേഖനത്തോടും ജോസ് കെ മാണി പ്രതികരിച്ചു. സഭകളുടെ സ്വത്തുക്കൾ പൊതുകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണെന്നും ക്രൈസ്തവ സമുദായം ആർജിച്ച സ്വത്തുക്കളിൽ ആരെങ്കിലും കണ്ണുവെക്കും എന്ന് കരുതുന്നില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. ആദിവാസി യുവാവ് ഗോകുലിനെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടി. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. സ്റ്റേഷനിൽ GD ചാർജ് ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥ ദീപയെയും പാറാവ് നിന്ന ശ്രീജിത്തിനെയുമാണ് സസ്പെൻഡ് ചെയ്തത്. കണ്ണൂർ റേഞ്ച് DIG-യാണ് 2 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാൻ കഴിയുന്ന സംവിധാനം സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ആദ്യഘട്ടത്തിൽ 313 ആശുപത്രികളിലാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള ആശുപത്രികളിൽ കൂടി ഈ സംവിധാനം 1 മാസത്തിനകം സജ്ജമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു. മുൻ സന്തോഷ് ട്രോഫി താരം M. ബാബുരാജ് അന്തരിച്ചു. 60 വയസ്സായിരുന്നു. കേരള പോലീസ് റിട്ടയർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിരുന്നു. 2 തവണ കേരള പോലീസ് ഫെഡറേഷൻ കപ്പ് സ്വന്തമാക്കിയ ടീമിലും അംഗമായിരുന്നു ബാബുരാജ്. കഴക്കൂട്ടം പോലീസ് പിടിച്ചെടുത്ത ലഹരി കേസിലെ തൊണ്ടി മുതൽ കാണാതായതിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ്. 2018 പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ തൊണ്ടി മുതലുകൾ കാണാതായതിനെ തുടർന്ന് വിചാരണ നിലച്ചതിനെ തുടർന്നാണ് നടപടി. സൈബർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറോട് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതായി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി ചേർക്കപ്പെട്ട സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെതിരെ പോലീസിന് കൂടുതൽ തെളിവുകൾ കിട്ടി. ഉദ്യോഗസ്ഥയെ ഗർഭഛിദ്രം നടത്താൻ സുഗാന്ത് ആശുപത്രിയിൽ വ്യാജരേഖകൾ ഹാജരാക്കിയെന്നാണ് കണ്ടെത്തൽ. ഇരുവരും വിവാഹിതരാണെന്ന് കാണിക്കാൻ വ്യാജ ക്ഷണക്കത്ത് വരെ ഉണ്ടാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തിയത്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ന്യായീകരണവുമായി BJP നേതാവ് PC ജോർജ്. ക്ഷേത്രത്തിന് മുന്നിൽ പോയി പ്രശ്നമുണ്ടാക്കിയാൽ ചിലപ്പോൾ അടിച്ചെന്നിരിക്കുമെന്നും ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്നും PC ജോർജ് പറഞ്ഞു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഒഡീഷയിൽ മലയാളി വൈദികനെതിരെയുണ്ടായ ആക്രമണത്തിൽ ശക്തമായ നടപടി വേണമെന്ന് CBCI വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗസ്. ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസിൽ നിന്നും ഇത്തരം നടപടിയുണ്ടാവാൻ പാടില്ലെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും വൈദികർക്ക് എതിരെ മാത്രമല്ല ആർക്ക് എതിരെയും ആക്രമണം ഉണ്ടാകാൻ പാടില്ലെന്നും ഫാദർ റോബിൻസൺ റോഡ്രിഗസ് പറഞ്ഞു. ഇൻഡിഗോ വിമാനത്തിലെ ജീവനക്കാരി 5 വയസ്സുള്ള കുട്ടിയുടെ സ്വർണ്ണമാല മോഷ്ടിച്ചെന്ന് പരാതി. കുട്ടിയുടെ അമ്മയാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയെക്കുറിച്ച് അറിഞ്ഞെന്നും നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് പൂർണ്ണ പിന്തുണയും സഹകരണവും നൽകുമെന്നും ഇൻഡിഗോ പ്രസ്താവനയിൽ പറഞ്ഞു. മധുരയിൽ പുരോഗമിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധി കർശനമായി നടപ്പിലാക്കണമെന്ന ശക്തമായ നിലപാടെടുത്ത് ബംഗാൾ ഘടകം. പോളിറ്റ് ബ്യൂറോയിൽ ആർക്കും പ്രായപരിധിയിൽ ഇളവ് വേണ്ടെന്നാണ് ബംഗാൾ ഘടകത്തിന്റെ നിലപാട്. PB നിശ്ചയിച്ച വ്യവസ്ഥ PB തന്നെ ലംഘിക്കരുതെന്നാണ് ആവശ്യം. PB യോഗത്തിൽ നിലപാട് ശക്തമായി ഉന്നയിക്കാനാണ് ബംഗാൾ ഘടകത്തിന്റെ തീരുമാനം. പ്രായപരിധിയിൽ ഇളവ് വേണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തീരുമാനമായെന്ന് റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ 6 നേതാക്കൾ ഒഴിയും. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രത്യേക ഇളവ് നൽകുന്നതിനെക്കുറിച്ച് ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും തീരുമാനിക്കുക.
പാർട്ടി കോൺഗ്രസ് ഇന്ന് തീരാൻ ഇരിക്കെ ജനറൽ സെക്രട്ടറി ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് CPM. മധുരയിൽ പുരോഗമിക്കുന്ന CPM പാർട്ടി കോൺഗ്രസിൽ അംഗത്വ ഫീസ് ഉയർത്താൻ തീരുമാനം. 5 രൂപയിൽ നിന്ന് 10 രൂപയാക്കാനാണ് തീരുമാനം. ഇതിനായി ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും നേരത്തെ ചർച്ച ചെയ്താണ് ഭേദഗതി കൊണ്ടുവരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചടി തീരുവ ലോകത്തെ മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളുമോ എന്ന ആശങ്ക പങ്കുവച്ച് സാമ്പത്തിക വിദഗ്ധരും. ട്രംപിന്റെ പകരത്തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ ലോക ഓഹരി വിപണി കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ കൂപ്പുകുത്തലിലാണ്. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണോ ട്രംപിന്റെ തീരുവ യുദ്ധം നയിക്കുകയെന്ന ചോദ്യമാണ് ലോകത്ത് ഇപ്പോൾ ഉയരുന്നത്. അതേസമയം താൻ നടപ്പാക്കിയ പകരം തീരുവയുടെ നേട്ടം കണ്ടു തുടങ്ങും വരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് അമേരിക്കൻ ബിസിനസ്സുകാരോട് ഡൊണാൾഡ് ട്രംപ് അഭ്യർത്ഥിച്ചു. തന്റെ തീരുമാനം അമേരിക്കയ്ക്ക് ചരിത്രപരമായ നേട്ടം നൽകുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. IPL-ൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 25 റൺസിന് തോൽപ്പിച്ച് ഡൽഹി ക്യാപിറ്റൽസ്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഡൽഹി 77 റൺസ് നേടിയ രാഹുലിന്റെ മികവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈയുടെ ഇന്നിംഗ്സ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസിൽ അവസാനിച്ചു. IPL-ൽ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ പഞ്ചാബ് കിങ്സിന് 50 റൺസിന്റെ തോൽവി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ രാജസ്ഥാൻ 67 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളിന്റെയും 43 റൺസ് എടുത്ത റിയാൻ പരാഗിന്റെയും 38 റൺസ് എടുത്ത സഞ്ജു സാംസണിന്റെയും മികവാർന്ന പ്രകടനത്തിലൂടെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ പഞ്ചാബിനെ 9 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 4 ഓവറിൽ 25 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് എടുത്ത രാജസ്ഥാന്റെ ജോഫ്ര ആർച്ചറാണ് കളിയിലെ താരം. പാകിസ്ഥാൻ ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയിലെ 3ാം മത്സരത്തിന് പിന്നാലെ പാകിസ്ഥാൻ താരവും കാണികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായെന്ന് റിപ്പോർട്ടുകൾ. പാക് താരം കുഷ്ദിൽ ഷായാണ് ആരാധകർക്ക് നേരെ തിരിഞ്ഞത്. 3ാം ഏകദിനവും ആധികാരികമായി കിവീസ് സ്വന്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഇത്. ന്യൂസിലാൻഡ് പര്യടനത്തിലെ തോൽവിയിൽ കുഷ്ദിലിനെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആരാധകർ പരിഹസിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇത് താരത്തെ ചൊടിപ്പിക്കുകയും ആരാധകർക്ക് അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും ചെയ്തു. സപ്പോർട്ട് സ്റ്റാഫിന്റെ കൃത്യമായ ഇടപെടൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു. അതേസമയം താരങ്ങൾക്ക് നേരെ അധിക്ഷേപ വാക്കുകൾ ആരാധകർ ചൊരിഞ്ഞതാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചതെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ വിശദീകരണം. അഫ്ഗാനിസ്ഥാൻ ആരാധകരെ പ്രതിക്കൂട്ടിലാക്കിയാണ് ബോർഡിന്റെ പ്രസ്താവന. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.